എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഉണ്ണിമോളുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ മുത്തശ്ശി ആണെങ്കിൽ വളരെ വിഷമിച്ച് നടന്നു വരികയാണ്. മുത്തശ്ശിക്ക് മുട്ടുവേദനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാൻ സാധിക്കുന്നില്ല. അങ്ങനെ വഴിയിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശി അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഇനി എനിക്ക് ആ ഒരു തിരുനടയിൽ വന്ന് അങ്ങയെ കാണാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കധികം മുട്ടുവേദനയുണ്ട്. ഞാൻ ഇനി എങ്ങനെയാണാവോ ഒന്ന് വീട്ടിലേക്ക് എത്തുന്നതെന്നും പറഞ്ഞ് ആലോചിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ ആ ഒരു കല്യാണ പെണ്ണുണ്ടല്ലോ അനു, പെണ്ണിന്റെ പേര് ഇവിടെ കിട്ടി കേട്ടോ. അപ്പൊ അനു അങ്ങോട്ട് വരികയാണ്. അനു വന്ന പാടെ തന്നെ എന്താ മുത്തശ്ശി, ഇങ്ങനെ വേദന എന്തെങ്കിലും ഉണ്ടോ, വിഷമിച്ച് നിൽക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിലോ, മോളെ, മുത്തശ്ശിക്ക് നല്ല മുട്ടുവേദനയുണ്ട്, മോളൊരു കാര്യം ചെയ്യാവോ, മുത്തശ്ശി ഒന്ന് വീട്ടിലേക്ക് എത്തിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മുത്തശ്ശി, ഞാൻ വീട്ടിലേക്ക് എത്തിക്കാമല്ലോ, മുത്തശ്ശി വാന്നും പറഞ്ഞ് നമ്മുടെ അനു ആണെങ്കിലോ മുത്തശ്ശിയുടെ കയ്യെ പിടിച്ച് പതിയെ അങ്ങ് നടത്തുക. അപ്പൊ പോകുന്ന വഴിയാണെങ്കിലോ, മുത്തശ്ശി എന്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചു, ഈ വരുന്ന ആ ഒരു ഡേറ്റിന് തന്നെയാണ് എന്നും പറഞ്ഞ് തീയതിയൊക്കെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശിയാണെങ്കിലോ, ആഹാ, മോള് ഇന്ന സ്ഥലത്തുള്ള ആ പുള്ളിക്കാരന്റെ മോളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ മുത്തശ്ശി, ഞാനും മുത്തശ്ശിയെ കണ്ടിട്ടുണ്ട്, മുത്തശ്ശിയുടെ പേര് ദേവകിയമ്മ എന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, എന്റെ പേര് ദേവകിയമ്മ എന്ന് തന്നെയാണ്. അപ്പം എന്നാണ് മോളുടെ കല്യാണവും കാര്യങ്ങളും ഒക്കെ, ചെറുക്കൻ എന്താണ് പണി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കിനും ഇവള് പറയുന്നുണ്ട്, മുത്തശ്ശി കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ചെറുക്കനും കൂട്ടരും ഒക്കെ 1 കോടി രൂപയാണ് സ്ത്രീധനമായിട്ട് ചോദിച്ചിരിക്കുന്നത്. 1 കോടി രൂപയോ? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ, മോളെ അത്രയൊക്കെ സ്ത്രീധനമൊക്കെ കൊടുക്കാനായിട്ട് നല്ല പയ്യനൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ 2 വർഷമായിട്ട് സ്നേഹത്തിലായിരുന്നു മുത്തശ്ശി. പിന്നെ ശ്രീരാഗിന്റെ വീട്ടുകാർക്കാണെങ്കിൽ പൈസ നിർബന്ധമാണ്. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്ത്രീധനം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവര് സംസാരിക്കുമ്പോൾ പൈസ മാത്രം ഒത്തിട്ടില്ല എന്നുള്ള കാര്യം ഇവൾ അങ്ങോട്ട് പറയുകയാണ്. മോളെ, നീ ഒരു കാര്യം ചെയ്, ക്ഷേത്രത്തിൽ ചെല്ല്, അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്ക്. പിന്നെ അവിടെ ഗിരിദേവൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാവും, ആ കുട്ടിയെ കണ്ട് നീ ഇതിന്റെ കല്യാണത്തിന് ക്ഷണിക്കെന്ന് പറയുകയാണ്. അപ്പൊ മുത്തശ്ശി എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അനുവിന്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുദാ ക്ഷേത്രത്തിൽ എത്തുകയാണ്. ക്ഷേത്രത്തിൽ എത്തിയ പാടെ തിരുമേനിയോട് അനു ചോദിക്കുകയാണ്, തിരുമേനി, ആ ഗിരിദേവൻ എന്ന് പറയുന്ന കുട്ടി അതെവിടെ ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവന്റെ കാര്യമാണോ കുട്ടി പറയുന്നത്? മോൾ എന്തിനാ ഇപ്പൊ ഗിരിദേവനെ തിരക്കുന്നതെന്ന് തിരുമേനി ചോദിക്കുകയാണ്. അതെ, ദേവകിയമ്മ എന്ന് പറയുന്ന ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശി എന്നോട് പറഞ്ഞു എന്റെ കല്യാണത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ആ തടസ്സങ്ങളെല്ലാം മാറണമെങ്കിൽ ഗിരിദേവനെ കണ്ട് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഗിരിദേവനെ തിരക്കിയത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ തിരുമേനി പറയുന്നുണ്ട്, ദേവകിയമ്മയാണ് പറഞ്ഞതെങ്കിൽ അത് അച്ചട്ടാണ് മോളെ. ശരിക്കും അയ്യപ്പസ്വാമിയുടെ ആ ഒരു ചൈതന്യം ഉണ്ട് ഗിരിദേവനില്. അതുകൊണ്ട് മോളിതാ അവനും അവന്റെ കൂട്ടുകാരും ഒക്കെ കൂടി ആ ഒരു ആൽത്തറയിൽ ഇരിക്കുന്നുണ്ട്, എളുപ്പം പോയി കണ്ട് കാര്യങ്ങൾ പറയാൻ പറയാണ്. അങ്ങനെ അനുവാണെങ്കിൽ ഇതാ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മടങ്ങി നമ്മുടെ ഗിരിദേവനും ഉണ്ണിമോളും വാവയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ഉണ്ണിമോളാണെങ്കിലോ നമ്മുടെ ഗിരിദേവന്റെ അടുത്ത് പറയുകയാണ്, അതെ ഗിരിദേവൻ എന്തൊക്കെയോ ട്രിക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തു. ആ ചന്തുവിന് എത്രമാത്രം ഇടിയാ കിട്ടിയത്, നല്ല സൂപ്പർ കളിയായിരുന്നു. ചന്തു കാര്യം എന്നോട് തെറ്റാണ് ചെയ്തത്, പക്ഷെ എന്നാലും ചന്തുവിന് നല്ല ഏറാണല്ലോ കൊടുത്തത്, ഗിരിദേവന്റെ എന്തോ മാജിക് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വാവ പറയുന്നുണ്ട്, ഗിരിദേവനെ ഉണ്ണിമോളെ തൊട്ട് കഴിഞ്ഞാൽ ഗിരിദേവൻ അടങ്ങിയിരിക്കില്ല, അതുകൊണ്ട് ചന്തുവിനും കൂട്ടർക്കിട്ടും നല്ലത് കൊടുത്തതാണെന്ന് പറയുകയാണ്. അപ്പൊ ഉണ്ണിമോൾക്ക് സന്തോഷമായി കേട്ടോ. അങ്ങനെ ഇവര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനു അങ്ങോട്ട് കയറി വരുന്നത്. അനു വന്ന പാടെ തന്നെ ഗിരിദേവൻ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗിരിദേവൻ പറയാണ്, അതെ, കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിമോൾ പറയുന്നുണ്ട് എന്റെ പേര് മീനാക്ഷി എന്നാണ്, പിന്നെ എന്നെ എല്ലാരും വിളിക്കുന്നത് ഉണ്ണിമോൾ എന്നാണെന്നും പറയാണ്. അങ്ങനെ ഉണ്ണിമോള് നമ്മുടെ വാവയെയും അനുവിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ല ചേച്ചി ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഗിരിദേവനാണെങ്കിൽ പറയാണ്, പേര് അനുപ്രിയ, അനുവെന്നല്ലേ വിളിക്കുന്നത്, മകൻ നക്ഷത്രം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉണ്ണിമോളും വാവയും ഒക്കെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. വാവയ്ക്ക് കാര്യം പിടികിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അനു പറയാണ്, അതെ, പേര് നാളും ഒക്കെ ശരി തന്നെയാണ്, ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാവോ, ഞാൻ വന്നത് എന്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തിനാ ചേച്ചി, ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ ചേച്ചി കല്യാണം ക്ഷണിക്കുന്നത്? ഗിരിദേവന്റെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ അനു പകച്ചു നിൽക്കുകയാണ്. അപ്പൊ അനു പറയുന്നുണ്ട്,
അത് എന്നോട് ഒരു മുത്തശ്ശി പറഞ്ഞു, ഗിരിദേവന്റെ അടുത്ത് സംസാരിച്ചാല് ഗിരിദേവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നടക്കാത്ത എന്ത് കാര്യവും നടക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ കല്യാണത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്, അത് ഗിരിദേവൻ വന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി, ഒരു പരിചയമില്ലാത്ത ചേച്ചി ഞങ്ങളെ വന്ന് കല്യാണം വിളിക്കുമ്പോഴത്തേക്കിനും ഒരു കാര്യം ചെയ്യാം, ചേച്ചിയുടെ കല്യാണത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറണമെങ്കിൽ ഇവിടെ ഒരു ആൽത്തറയുണ്ട്, ആ ആൽത്തറയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി വന്ന് ഒരു മണി കെട്ടെന്ന് പറയുകയാണ്. അപ്പൊ മണി കെട്ടാൻ പറഞ്ഞതും ഇവളാണെങ്കിലോ പെട്ടെന്ന് തന്നെ ശ്രീരാഗിനെ വിളിക്കുകയാണ്. ശ്രീരാഗിനെ വിളിച്ചിട്ട്, ശ്രീരാഗെ നീ എവിടെയാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ശ്രീരാഗ് പറയാണ്, ദേ ഞാൻ കല്യാണം ക്ഷണിക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവാണ്, എന്നാ ഒരു കാര്യം ചെയ്യാവോ, നമ്മുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ വരുമ്പോഴത്തേക്കിനും കയ്യിലൊരു മണി കരുതണമെന്ന് പറയുക. മണിയോ, അതെന്തിനാന്ന് ചോദിക്കുമ്പം എല്ലാം ഉണ്ട്, നീ ഇവിടെ വാന്ന് പറഞ്ഞ് അനു ഫോൺ കട്ട് ചെയ്യാണ്. അപ്പം ശ്രീരാഗാണെങ്കിലോ വിളിച്ച പാടെ തന്നെ പുള്ളിക്കാരൻ ഒരു മണിയൊക്കെ വാങ്ങി അങ്ങോട്ട് വരികയാണ്. വന്ന പാടെ തന്നെ നമ്മുടെ ഗിരിദേവനാണെങ്കിൽ രണ്ടാളെയും കൂട്ടി തറയുടെ ചുവട്ടിലേക്ക് വരികയാണ്. അപ്പൊ വന്ന പാടെ ഇവരാണെങ്കിൽ ഈ ഒരു മണി കെട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഉടനെ തന്നെ നമ്മുടെ അനു പറയുന്നുണ്ട്, അതേ കല്യാണത്തിനുള്ള സ്ത്രീധന തുകയൊന്നും ആയിട്ടില്ല, അപ്പം അത് കാരണം ഇനി എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അയ്യപ്പസ്വാമി ഈ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേന്നും പറഞ്ഞ് മണി കെട്ടാൻ തുടങ്ങുമ്പോഴാണ് കല്യാണത്തിനുള്ള തുക റെഡിയായിട്ടില്ല എന്നുള്ള കാര്യം ശ്രീരാഗ് മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ വാവ പറയുന്നുണ്ട്, ചേച്ചിയും ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ട് കല്യാണത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു തുക കല്യാണ ശേഷം കൊടുത്താലും മതിയാകുമല്ലോ. ഇത് കേട്ട് ശ്രീരാഗാണെങ്കിലോ, അതെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ട് ചെല്ലാനുണ്ട്, അതുകൊണ്ടാലും ഞാൻ പോയിട്ട് പിന്നെ വരാതും പറഞ്ഞ് മണി കെട്ടാതെ പുള്ളിക്കാരൻ അവിടുന്ന് മുങ്ങുകയാണ്. അപ്പൊ ഇത് കണ്ടതും അനുവിന് വലിയ സങ്കടമായി കേട്ടോ. അനു ആണെങ്കിൽ നമ്മുടെ ഗിരിദേവന്റെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്കിനും ഗിരിദേവൻ പറയാണ്, കണ്ടില്ലേ ചേച്ചിയെ കല്യാണം കഴിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ആള് തന്നെ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കാനാണ്, അതുകൊണ്ട് ചേച്ചി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് പിള്ളേര് സെറ്റ് അവിടുന്ന് മുങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഉണ്ണിമോൾക്ക് വലിയ വിഷമമൊക്കെ ആയിട്ടോ. ഗിരിദേവ, ആ ചേച്ചി അതൊരു പാവം ചേച്ചിയല്ലേ, അതിനെന്തിനാ അങ്ങനെയൊക്കെ സങ്കടപ്പെടുത്തിയത്, ആ ചേച്ചിയുടെ കാര്യത്തിൽ ഗിരിദേവൻ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കല്യാണം നടക്കില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബാബ പറയുന്നുണ്ട്, ആ ചേട്ടൻ ഒരിക്കലും ആ ചേച്ചിക്ക് ഒരു മാച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ കാശിനൊക്കെ ആക്രാന്തമുള്ള ഒരാളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അത് സെറ്റ് ആകുമോ ഉണ്ണിമോളേന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അനുവിനാണെങ്കിൽ വലിയ വിഷമമൊക്കെ ആയിട്ട് അങ്ങനെ അനു ആണെങ്കിൽ ഇതാ തിരുമേനിയുടെ അടുത്ത് വന്നു. തിരുമേനിയുടെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കിനും മണി കിട്ടുന്ന ഒരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ പതിവില്ലല്ലോ. അപ്പം ഗിരിദേവൻ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, ഗിരിദേവനെ അനു ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നത് പോലെ, ഒരു സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കുമല്ലോ അതുപോലെ കല്യാണത്തിന് വിളിക്കാൻ പറയുകയാണ്. പരിചയക്കാരനായിട്ട് വിളിക്കുമ്പോഴത്തേക്കിനും ഗിരിദേവൻ എന്തായാലും അനുവിന്റെ വീട്ടിൽ വരാതിരിക്കില്ല. നിലവിലുള്ള തടസ്സങ്ങളെല്ലാം മാറുമെന്ന് തിരുമേനിയുടെ ആ ഒരു വാക്ക് കേട്ടതും അനുവിന് മുന്നിലൊരു വെളിച്ചം അങ്ങ് തെളിയാണ്. അപ്പൊ അനു ആണെങ്കിലും വീണ്ടും നമ്മുടെ ഗിരിദേവന്റെ അടുത്ത് ചെല്ലുക. അപ്പൊ ഗിരിദേവനോട് പറയുന്നുണ്ട്, ഗിരിദേവ എനിക്ക് ഗിരിദേവനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോട് പലരും പറഞ്ഞു ഗിരിദേവൻ ഒരു കാര്യം ഇടപെട്ട് കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ള കാര്യം, അതുകൊണ്ട് ഗിരിദേവൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കല്യാണത്തിന് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഗിരിദേവനും വാവയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊന്ന് ചിരിക്കുന്നുണ്ട്. എന്തായാലും അനുവിന്റെ കല്യാണം പക്കായായിട്ട് നടക്കും, പക്ഷെ അതിന് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവും. അനു കുറച്ചധികം ഒന്ന് വിഷമിക്കേണ്ടിയൊക്കെ വരും. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്